ഇന്നത്തെ വീഡിയോ നമ്മുടെ ഞായറാഴ്ച ദിവസത്തെ വിശേഷങ്ങളാട്ടോ. രാവിലെ പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട് എഴുന്നേറ്റതാണ്. ചായക്ക് പാലൊക്കെ അങ്ങോട്ട് വെച്ചിട്ടുണ്ട്. ഇനി മോനുകുട്ടനെ ഒന്ന് കുത്തിപ്പൊക്കട്ടെ. മുത്തിനെ വിളിച്ച് എഴുന്നേൽപ്പിച്ചിട്ടുണ്ട്. പ്രിയങ്ങളെ, അമ്മ കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നേക്ക് എന്നേക്ക് എന്നേക്കാൻ വാ വാ. ഓടിച്ചെടുത്തിട്ടില്ലല്ലോ. വാ. മോനുകുട്ടനെ ഒരുവിധം കുത്തിപ്പൊക്കി. മുത്തപ്പോഴത്തേക്ക് ബ്രഷ് ചെയ്തു, കുളിക്കാൻ കയറുവാണ്. ഞാൻ ചായയൊക്കെ ഒഴിച്ചു വെച്ച് എല്ലാവർക്കും വേണ്ടിയിട്ട്. ബിസ്ക്കറ്റ് ഇരിപ്പുണ്ടായിരുന്നു, ഞാൻ കഴിച്ചില്ല കേട്ടോ. ചായ കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. മോനുകുട്ടൻ ഒരു ബിസ്ക്കറ്റും ചായയൊക്കെ കഴിച്ചു. കാരണം അവന് സൺഡേ സ്കൂളിനൊക്കെ നിൽക്കുന്ന സൺഡേ സ്കൂളിന് ഫുഡുണ്ട്. എന്നാലും ഒരു ബിസ്ക്കറ്റൊക്കെ കഴിച്ചിട്ടാണ് മോനുകുട്ടൻ പോകുന്നത്. കുർബാന കൊള്ളുന്ന ദിവസങ്ങളിൽ മാത്രമേ ഉള്ളൂ അല്ലാതെ പോകുന്നത്. വല്ലേച്ച് കഴിഞ്ഞില്ലേ? അല്ലേക്ക് രാവിലെ എണീറ്റ് വന്നപ്പോൾ ഒരു മഴച്ചാറ്റലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ വിചാരിച്ചു നല്ല മഴ പെയ്യും, പോക്ക് മുടങ്ങും എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ഏതായാലും മഴ അങ്ങ് തോർന്നു. ഞങ്ങളെല്ലാവരും പോകാൻ റെഡിയായി. എൻ്റെ പ്രിയങ്ങൾക്ക് ഈ ടോപ്പ് ഓർമ്മയുണ്ടോ? ഞാൻ ജോഷ് ടോക്കിൽ പോകാൻ നേരത്ത് വാങ്ങിയ ഡ്രസ്സാണ് ഇത് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടായിരുന്നു. ഞാൻ അങ്ങനെ അധികം ഇത് യൂസ് ചെയ്യാറില്ല, കാരണം ഇത് ഇത്തിരി വില കൊടുത്ത് ഞാൻ വാങ്ങിച്ചതാണ്. ബാക്കിയുള്ളതൊക്കെ ഞാൻ എൻ്റെ സാധാരണ ഒരു റേഞ്ചുണ്ട്, ആ റേഞ്ചിലുള്ളതാണ്. ഇത് മാത്രമാണ് ഞാൻ ഇച്ചിരി കാശ് കൂടുതൽ മുടക്കി വാങ്ങിച്ചത്. അപ്പോൾ പള്ളിയിൽ പോയി സൺഡേ സ്കൂളിന് മോനുകുട്ടനെ ഇരുത്തിയിട്ട് ഞങ്ങൾ ഇതേ ജാനിക്കുട്ടി റോഡോട്ട് വന്നു കേട്ടോ. അവിടെ ദാ ഒരു കുരങ്ങച്ചൻ വന്ന് ഞങ്ങളെ കാണാൻ, കുടുംബാംഗങ്ങളെ സന്ദർശിക്കാൻ വന്നിട്ടുണ്ട്. പോയി പോയി കണ്ടത്തിലോട്ട് പോവാ. ഞാനും മുത്തും കൂടെ അവിടെ ചെന്നപ്പോൾ മാമ മാത്രമേ ഉള്ളായിരുന്നു കേട്ടോ. ബാക്കി പരിവാരങ്ങളെല്ലാം കൂടി രാവിലെ ഭക്തി മാർഗത്തിൽ മലയാലപ്പുഴ അമ്പലത്തിൽ തൊഴാൻ പോയേക്കുമായിരുന്നു. ഞങ്ങളവിടെ വെയിറ്റ് ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചു. പറയാനുള്ളതെല്ലാം പറഞ്ഞിട്ടാന്ന് തോന്നുന്നു വരുന്നത് എല്ലാവരും. ഇനി ഒരു വർഷത്തേക്ക് ആ ഏരിയയിലോട്ടില്ല, ഇനി ഒരാണ്ടത്തേക്ക് ആ ഏരിയയിലോട്ടില്ല. ഇതാരാ? സുന്ദരി. അയ്യോ, താങ്ക് യു. കുഞ്ഞു ഉറങ്ങുവാണ്. കുഞ്ഞാ, വെയിലാ വച്ച വെയില. ജാനിക്കുട്ടി എനിക്ക് വാങ്ങിച്ചുകൊണ്ട് തന്ന പാവക്കുട്ടിയെ ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും. കീച്ചേനാട്ടോ. മാമിക്കൊരു സർപ്രൈസ് ഉണ്ട്, മാമി അവിടെ ഇരിക്കുന്നൊക്കെ എന്നെ വിളിച്ചു പറഞ്ഞു കേട്ടോ. എന്തായാലും ഒരു സുന്ദരി പാവക്കുട്ടിയായിരുന്നു. ജാനിക്കുട്ടിക്ക് കളറിംഗ് ബുക്ക്. നീ എന്തൊക്കെ മേടിച്ചു? ഇതും കളർ ബുക്കും ആലയും മോതിരവും മേടിച്ചു. അവിടുന്ന് മേടിച്ച പ്രാർത്ഥിച്ചല്ല? ഭഗവാനോടെല്ലാം പറഞ്ഞു? എഴുതി എഴുതി പരാതിയില്ലയോ? അവരെല്ലാവരും രാവിലെ പോയതുകൊണ്ട് കഴിക്കാനൊന്നും ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു കേട്ടോ. മാമനും വിശന്നിരിക്കുമായിരുന്നു. അപ്പോൾ അവർ വാങ്ങിക്കൊണ്ട് വന്ന് പൊറോട്ടയും ചിക്കൻ കറിയും ദോശയും ഗ്രേവി ഒക്കെ മേടിച്ചിട്ടാണ് വന്നത്. ഞങ്ങളെല്ലാവരും കൂടി അതൊക്കെ ഇരുന്ന് കഴിച്ചു, ചായയൊക്കെ ഇട്ട് കുടിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക്
സൂചേച്ചി വിളിച്ചേ. സൂചേച്ചി അവിടെ തോട്ടപ്പള്ളിയിൽ ചാകരയായിരുന്നു. മീനെല്ലാം മേടിച്ച് വെച്ചിട്ട് ഞങ്ങളെ കൊതിപ്പിക്കാൻ വേണ്ടി, കാണിക്കാൻ വേണ്ടി വീഡിയോ കോൾ ചെയ്ത് ഞങ്ങളെ പ്രലോഭിപ്പിച്ചു. കൊതിപ്പിക്കാനായിട്ട് ഇറങ്ങിയേക്കുവാ. അയ്യോ, എന്തോ വേണേലും ചെയ്തു. അപ്പോൾ കാപ്പി കുടിയൊക്കെ കഴിഞ്ഞു, സൂചിച്ചിയുടെ കൊതിപ്പിക്കലും ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ദേ മാമിയുടെ കൂടെ സൂപ്പർ മാർക്കറ്റിൽ വരെ പോവാണ്. വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണമെന്ന് പറഞ്ഞു മാമിക്ക്. അപ്പം ഞങ്ങളും കൂടെ പോവാട്ടോ. പിന്നെ കാറ് നമുക്ക് വീടിൻ്റെ മുറ്റത്തോട്ട് ഇറക്കിയിടാൻ പ്രയാസമായിട്ട്, ഇറക്കിയിടാൻ പറ്റും, കയറ്റി റോഡിലോട്ട് കൊണ്ടുവരാൻ പ്രയാസമാണ്. കാരണം റോഡ് ടാർ ചെയ്തിട്ടില്ല. അതുകൊണ്ട് നമ്മൾ റോഡിലും എവിടെയെങ്കിലുമൊക്കെ കൊണ്ടായിടുന്നത്. പിന്നെ ചിലരൊക്കെ നല്ല സഹകരണമുള്ളവരായതുകൊണ്ട് റോഡിൽ പോലും നമുക്ക് ചിലപ്പോൾ ഒന്നും വണ്ടി ഇടാൻ പറ്റത്തില്ല. എന്തായാലും ഒരു വഴി തെളിയുമല്ലോ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ക്യാമറാമാൻ അപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ വരുമ്പോഴേ ജാനിക്കുട്ടിയുടെ ഫേവറേറ്റ് പ്ലേസ് ഇവിടെ കേട്ടോ. കളർ പെൻസിലും ക്രയോണും ഒക്കെ വെച്ചിരിക്കുന്നതേ. ആ വീഡിയോ എടുത്തതിൻ്റെ ഇടയ്ക്ക് എന്തൊക്കെയോ ഫോണിനൊരു ഇടങ്ങേറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഒരു വെട്ടലും കുത്തലും ഒക്കെ ഉണ്ട്. പിന്നെ കൂക്കു പറഞ്ഞു വിട്ടായിരുന്നു ഇച്ചിരി ഐസ്ക്രീം മേടിച്ചുകൊണ്ട് വരണേ. അപ്പം ഞങ്ങൾ ബോൾ ഐസ്ക്രീം വാങ്ങിച്ചു. അതൊക്കെ വാങ്ങിച്ചുകൊണ്ട് നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് അവരെ വെയിറ്റ് ചെയ്തിരിക്കും കേട്ടോ. അവർ ഞങ്ങളെ അവിടെ ഇറക്കി വിട്ടിട്ട് അവർ രണ്ടുപേരും കൂടെ കാറിന് പെട്രോൾ അടിക്കാൻ അങ്ങോട്ട് പോയിട്ടുണ്ട്. മടത്തുംപടി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, നമ്മുടെ അടുത്ത് തന്നെയാണ്. അവിടെ പോയി വണ്ടിക്ക് പെട്രോളൊക്കെ അടിച്ച് വന്നു. നമ്മൾ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ട് നമ്മൾ നേരെ വീട്ടിലോട്ട് പോവാണ്. ഉച്ചക്കലത്തേക്കുള്ളതൊന്നും ആയിട്ടില്ല, 12 മണിയൊക്കെ ആയി, ആ സമയമായി കേട്ടോ. ഇനിയും ചെന്നിട്ട് വേണം നമുക്ക് ഉച്ചഭക്ഷണം റെഡിയാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ പൊറോട്ടയൊക്കെ കഴിച്ചുകൊണ്ട് ആർക്കും അധികം വിശപ്പൊന്നുമില്ല. അവർ വന്ന വഴിക്ക് മോനുകുട്ടനെ വിളിച്ചിട്ടാണ് വന്നത് കേട്ടോ. മോനുകുട്ടൻ സൺഡേ സ്കൂളിൽ ഇരിക്കുമായിരുന്നു. അപ്പോഴത്തേക്ക് സൺഡേ സ്കൂൾ കഴിഞ്ഞു. അപ്പോൾ മോനുകുട്ടന് ഭയങ്കര സന്തോഷമായി ഇങ്ങോട്ട് നേരെ പോരുന്നതിൽ. ഇത് കുഞ്ഞോന് മലയാളപ്പുഴ പോയപ്പോൾ വാങ്ങിച്ചതാട്ടോ, ഗത. അത് കാറ്റൊക്കെ കുറഞ്ഞപ്പോൾ അതൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് വെച്ചതാണേ. അപ്പോൾ ഇന്ന് ചിക്കനുണ്ട്. അപ്പം കുക്കർ ബിരിയാണി വെക്കാനുള്ള ഒരു പ്ലാനിങ് ഒക്കെ ഉണ്ട്. അതിനാണ് കൂക്കു സവാളയൊക്കെ എടുത്തത്. സവാള കുറവുണ്ടായിരുന്നു, അത് നമ്മൾ വാങ്ങിച്ചിട്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനിയും കുക്കർ ബിരിയാണിയുടെ പരിപാടിയിലേക്കാണ് കടക്കാൻ പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ എനിക്കൊന്ന് കിടന്നാൽ കൊള്ളാവുന്നുണ്ട്. പൊറോട്ടയും കൂടെ കഴിച്ചപ്പോഴേ ഭയങ്കര ക്ഷീണമേ, ഈ കുതിർന്ന് വീർക്കുക എന്നൊക്കെ പറയത്തില്ല, അത് തന്നെ. അപ്പം ഞാൻ കുക്കർ ബിരിയാണി വെക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ മാമിക്ക് പറഞ്ഞു കൊടുത്തായിരുന്നേ. മാമി അതുപോലെ മസാലയൊക്കെ വാങ്ങിക്കൊണ്ട് വന്ന് അതൊക്കെ പുരട്ടി വെച്ചു. ഞാൻ ഒരു ഗ്ലാസ് അരിക്കൊക്കെയാണ് നമ്മൾ വീട്ടിലേക്ക് കുക്കർ ബിരിയാണി വെക്കുന്നത്. ഇതിപ്പം എല്ലാവരും ഉള്ളത് കൊണ്ട് ഏറെ വെക്കണമല്ലോ, എങ്ങനെ ആയി തീരുമെന്നൊന്നും അറിയത്തില്ല, നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞാണ് നമ്മൾ തുടങ്ങിയത് കേട്ടോ. പിന്നെ മലയാളപ്പുഴ അമ്പലത്തിലെ പ്രസാദം കേട്ടോ, ഉണ്ണിയപ്പവും നമ്മുടെ കടുംപായസവും. എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സാധനമാണ് കടുംപായസം. അതെല്ലാം എടുത്ത് കഴിച്ചു. ഇവിടെ എല്ലാവരും കൂടി മുറ്റത്തിരുന്ന് മണ്ണപ്പം ചുട്ട് കളിക്കുക കേട്ടോ. മണ്ണപ്പം ചുട്ട് കഴിഞ്ഞു. അയ്യോ കുഞ്ഞോ കുഞ്ഞോ, മാമിയുടെ കാര്യം ഞങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ തന്നെ മാമി വന്നല്ലേടാ. എന്തുവാ പറഞ്ഞത്? മാമി ഇപ്പൊ വരുന്നു. കാണിക്കട്ടെ. കേക്ക്. മോനിക്കുട്ടൻ മണ്ണപ്പം ചുട്ടല്ലോ. ജാനിക്കുട്ടിയുടെ മണ്ണപ്പം കേക്ക്, മോഡേൺ കേക്ക്. ദേ നമ്മുടെ കുക്കർ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ല, രുചിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇത്തിരി വെന്തുപോയി കേട്ടോ, കുഴഞ്ഞു പോയി, അതാണ് കുഴപ്പം സംഭവിച്ചത്. പക്ഷേ നമ്മൾ കഴിച്ചു, നമുക്ക് ഈസി ആയിട്ട് കഴിക്കാൻ പറ്റി. ഇനി അങ്ങനെയൊക്കെ പറഞ്ഞ് സമാധാനിക്കുക, അതല്ലേ പറ്റുള്ളൂ. എന്തായാലും ഒരു 3:30-4 മണിയൊക്കെ ആയി നമ്മൾ ഭക്ഷണം കഴിക്കാനിരുന്നപ്പം. മാമി അപ്പോഴത്തേക്ക് അയൽക്കൂട്ടത്തിനൊക്കെ പോയിട്ട് വന്നു. അങ്ങനെ കഴിപ്പും കൂടിയൊക്കെ കഴിഞ്ഞിനി ഞാൻ കുറച്ചേരം കിടക്കാം എന്നൊക്കെയുള്ളൊരു ധാരണയിലിരിക്കുവാണ്. കുഞ്ഞോൻ ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റ് വന്നു, കുഞ്ഞോനും കഴിക്കാനൊക്കെ കൊടുത്തു. പിന്നെ ഞാൻ മോനുകുട്ടൻ മുത്തും കൂടെ ഇടയ്ക്ക് വീട്ടിൽ പോയി ഡ്രസ്സൊക്കെ മാറിയിട്ട് വന്നതാട്ടോ.
ഞാൻ കുറച്ച് നേരം കിടക്കാമെന്ന് വിചാരിച്ചപ്പോഴാണ് ഐസ്ക്രീമിൻ്റെ കാര്യം ഓർത്തത്. എന്നാൽ പിന്നെ ഐസ്ക്രീമും കൂടെ അങ്ങ് കഴിച്ചേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവർക്കും ഐസ്ക്രീമൊക്കെ എടുത്ത് കൊടുത്ത് ഞങ്ങളവിടെ ഇരുന്ന് കഴിച്ച് കഥയൊക്കെ പറഞ്ഞ് അവിടെ ഇങ്ങനെ കുറേ നേരം ഇരുന്നിട്ട് എനിക്ക് ഉറക്കം തൂങ്ങിയിരിക്കുമായിരുന്നു. ഞാൻ പിന്നെ പോയി കുറച്ച് നേരം കിടന്നു കേട്ടോ. മതി. കുഞ്ഞിനെ കാത്താൻ കൊള്ളല്ലേ. ഇപ്പൊ കിട്ടും. ഐസ്ക്രീമിൻ്റെ ബോൾ കണ്ടപ്പോൾ എല്ലാവർക്കും ഏറുപന്ത് കളിക്കണം. അവിടെ ഭയങ്കര ഏറുപന്ത് കളിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും ക്ഷീണിച്ച് മുറിക്കകത്ത് കയറി ഇരിപ്പുണ്ട്. ബാക്കിയുള്ളവരെല്ലാം കൂടി വിട്ടിരുന്ന് കഥയൊക്കെ പറഞ്ഞിരിക്കും കേട്ടോ. ഞാനൊരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റ് വന്നതാണേ. അപ്പോഴത്തേക്ക് കുഞ്ഞോൻ ഊഞ്ഞാലയിലിരുന്ന് ഒരു ലാസി മയങ്ങുന്ന ഒരു ലക്ഷണമൊക്കെ ഉണ്ട്. അതുകൊണ്ട് കുഞ്ഞോനെ ഉറക്കാൻ എടുത്തുകൊണ്ട് പോയി. അത് കഴിഞ്ഞ് മാമി പുകയ്ക്കുവാണേ. നല്ല കൊതുകിൻ്റെ ശല്യമുണ്ട്. അതുകൊണ്ട് പുകയ്ക്കാനൊക്കെ എടുത്തു വെച്ചു. സദ്യക്ക് വിളക്കൊക്കെ വെച്ചു. ഇനിയിപ്പോൾ നമുക്ക് പോയാലോ എന്നൊക്കെ ഞാൻ പറഞ്ഞെങ്കിലും ആരും അത് ചെവിക്കൊണ്ടിട്ടില്ല. ഒരു മൈൻഡും ഇല്ല കേട്ടോ. പിന്നെ ചായ ഇട്ടു. ഒരു സ്പഞ്ച് കേക്കൊക്കെ കിട്ടി. അതൊക്കെ കഴിച്ചുകൊണ്ട് അവിടെ ഇരുന്നു. പോകാമെന്നിടയ്ക്കൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും നടന്നില്ല. പിന്നെ അത്താഴത്തിന് കഞ്ഞിയായിരുന്നു കേട്ടോ. കഞ്ഞിയും കടുമാങ്ങയും വൻപയർ തോരനുമായിരുന്നു. അപ്പോൾ കഞ്ഞി വിളമ്പാനുള്ള തയ്യാറെടുപ്പാണ്. മോനുക്കുട്ടനും ജാനിക്കുട്ടിയൊക്കെ കഴിക്കാനിരുന്നു. സന്ധ്യയ്ക്ക് മുമ്പേ പോകാമെന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറയണേ എന്തായാലും ഇത്രയും നേരം ഇരുന്നില്ല, എന്നാൽ പിന്നെ അത്താഴം കൂടെ കഴിച്ചിട്ട് പോകാമെന്ന്. ഇങ്ങനെയാണ് ഇവിടെ വന്നാലുള്ള കുഴപ്പം. ഇനിയിപ്പോൾ പോകാൻ ഇറങ്ങുമ്പോൾ മോനുക്കുട്ടൻ്റെ മുഖം മാറുന്നത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഭയങ്കര വിഷയമാണ് ഇവിടുന്ന് പോകുന്ന കാര്യം പറയുമ്പോഴത്തേക്ക്. ആകെ ഇടങ്ങേറാവേ. കണ്ടോ, ഇതാണ് എന്നും സ്ഥിരം പരിപാടിയാണ്. അപ്പോൾ കരച്ചിലും നിലവിളിയൊക്കെ കഴിഞ്ഞ് നമ്മളിങ്ങ് വീട്ടിലെത്തി. ഇന്നത്തെ ദിവസത്തിൻ്റെ സന്തോഷങ്ങളും വിശേഷങ്ങളും ഒക്കെ ഇത്രയൊക്കെ ആയിരുന്നു. ഇനി നമുക്ക് അടുത്ത ദിവസത്തെ വിശേഷങ്ങളുമായിട്ട് കാണാം കേട്ടോ. ടാറ്റ, ഓക്കെ, ബൈ ബൈ, സി യു. കൊച്ചു കൊച്ചു വീട്ടുവിശേഷങ്ങളുമായി വീണ്ടും കാണാമേ.